കുളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനുണ്ടോയെന്ന് തന്നെ എനിക്കൊരു അപകടം മാത്രം നമുക്കതിനെ പറയാൻ പറ്റത്തില്ല. അയാൾ ഇങ്ങനെ വളഞ്ഞ് കിടക്കുക, പൊങ്ങിപ്പോയിട്ട് നടുക്കത്തെ ലൈനിൻ്റെ ഇപ്പുറത്ത് വരുമ്പോൾ ആംബുലൻസിൽ കയറ്റുമ്പോൾ ആൾക്കാരെ കാല് വെച്ച് തുഴുക്കി ചീത്ത വിളിക്കുക. അവൻ ഒന്ന് ആലോചിച്ച് നോക്കി. ഇന്നലെ ഞാനൊരു ആക്സിഡന്റ് എൻ്റെ കൺമുന്നിൽ കണ്ടു. ഞാൻ കോട്ടയം ലുലുവിൽ നിന്ന് വരുന്നു. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. സിദ്ധാർത്ഥ പ്രഭുവിന്റെ വിഷയമെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കും. നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ട്. അതായത് സിദ്ധാർത്ഥ പ്രഭു ചെയ്തത് തെറ്റാണ്, ശരിയാണൊക്കെ ശരിയാണ്. പക്ഷെ നാട്ടുകാർ ഈ വിധം അവനെ ഉപദ്രവിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ള ഒരു പക്ഷമുണ്ട്. പക്ഷേ ഇതുപോലെ ഒരാളുടെ ജീവനാണ് അവിടെ വലുത്. ഒരാളുടെ ജീവൻ പോയിരുന്നു എങ്കിലോ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ആർക്കെങ്കിലും ആണ് ഇങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ രീതിയിലല്ലേ പ്രതികരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ പലവരും ഈ പറയുന്ന മധുവുമായിട്ട് ഉപമിച്ചുകൊണ്ട് കുറെ പേര് സംസാരിക്കുന്നുണ്ട്. അത് അവരുടെ ഊളത്തരമെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അവരുടെ ബോധമില്ലായ്മ, വിവരമില്ലായ്മ എന്ന് മാത്രമേ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. കാരണം മധുവിനെയും സിദ്ധാർത്ഥ പ്രഭുവിനെയും തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് തന്നെ വിഡിത്തമാണ് എന്നുള്ളതാണ്. മനസ്സിലായോ? വിവരമില്ലായ്മ എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഇത് നേരിട്ട് കണ്ട വ്യക്തിയുടെ, ഈ ഒരു സംഭവം നേരിട്ട് കണ്ട വ്യക്തിയുടെ വോയിസുകൾ പുറത്ത് വന്നിട്ടുണ്ട്. അവരുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അവർ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു ആ വീഡിയോ. അതൊക്കെ ഞാൻ ഇതിന്റെ ബാക്കിൽ കൊടുക്കാം. അതിനു മുമ്പേ ഈ സിദ്ധാർത്ഥ പ്രഭുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴുള്ള ഒരു ചെറിയൊരു ക്ലിപ്പ് കാണാനിടയായി. ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ സിദ്ധാർത്ഥ പ്രഭുവിന്റെ കൈ രണ്ടും കെട്ടിവെച്ചിരിക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഡൗട്ട്, ഇവന്റെ ഒരു വയലൻസ്, അപ്പം കൈ കെട്ടിവെക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഇവന്റെ വയലൻസ് ഹോസ്പിറ്റലിൽ ചെന്നിട്ടും ഇവൻ അങ്ങനെ കാണിച്ചോ എന്നുള്ളതാണ്. മനസ്സിലായോ? അതായത് പോലീസുകാരും പറയുന്നുണ്ട്, പോലീസുകാർ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോഴും ഇത് പോലീസുകാരടുത്തും ഇവൻ തട്ടിക്കയറുന്നുണ്ട്, അവരെയും ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതുപോലെ ആ ഒരു ദൃക്സാക്ഷിയുടെ വോയിസ് ഉണ്ടല്ലോ, ആ വോയിസിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നു, ഇവൻ ഇടിച്ച് തെറിപ്പിച്ചിട്ട് കാറിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഭയങ്കര തെറിവിളിയും ആൾക്കാരെയൊക്കെ അങ്ങനെ അടിക്കാൻ വേണ്ടി നിൽക്കുന്നു എന്നുള്ളത്. അതായത് വെള്ളം അടിച്ച് തിരിഞ്ഞ് ഒരു ബോധവും ഇല്ലാതെയാണ് അവൻ അവിടെ നിന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുമല്ല, ഇത് മറ്റൊരു വാർത്ത വരുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഇവന്റെ ലൈസൻസ് കട്ടാക്കാനുള്ള നിയമ നടപടികൾ സ്വീകരിച്ചു എന്ന് പറയുന്ന ഒരു വാർത്തയും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഞാനിവിടെ ഈ പറയുന്ന ഹോസ്പിറ്റലിൽ ഒരു രംഗം വയ്ക്കാം. അതിനകത്ത് എനിക്ക് തോന്നുന്ന രണ്ട് കൈയും കെട്ടിയിട്ടിരിക്കുന്നു എന്നാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. നിങ്ങൾ തന്നെ അഭിപ്രായം, ഇത് കൈ കെട്ടിയിട്ടിരിക്കുന്നതാണോ എന്ന് നോക്കണം കേട്ടോ. ഞാൻ ഈ ക്ലിപ്പ് ഇവിടെ വയ്ക്കാം. കണ്ടോ, അവന്റെ കൈ കണ്ടോ, ആ ഷർട്ട് വെച്ചിട്ട് അവന്റെ കൈ കെട്ടിയിട്ടിരിക്കുന്നതാണെന്നായിട്ടാണ് എനിക്കത് ഫീൽ ആകുന്നത്. കണ്ടോ? അപ്പൊ ഇത് ഹോസ്പിറ്റലിനകത്ത് ഇവനെ അറസ്റ്റ് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയപ്പോൾ ഉണ്ടായ ഒരു സംഭവമാണ്, ഉണ്ടായ ഒരു ചെറിയൊരു ക്ലിപ്പാണ്. അതിനകത്ത് ഇവന്റെ കൈ കെട്ടിയിടണമെങ്കിൽ അവിടെ വെച്ചും അവന്റെ ആ ഒരു ആക്രമണ സ്വഭാവം മാറിയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അത്രയ്ക്ക് വയലന്റ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന അവിടെയുള്ള ജനങ്ങൾ പറയുന്നത് സത്യമാണെന്ന് നമുക്ക് കരുതേണ്ടതായിട്ട് വരും. കാരണം അമ്മാതിരി ഇവൻ അങ്ങോട്ട് പോയി ആക്രമിക്കുക. അതുപോലെ നമ്മൾ ഇന്നലെ കാണിച്ച ക്ലിപ്പിൽ തുടക്കം അങ്ങോട്ട് ആക്രമിക്കുന്നത് ഇവനാണ് അല്ലേ. ഇവൻ തെറി വിളിക്കുകയും ചവിട്ടുകയും ഒക്കെ സത്യം പറഞ്ഞ ബോധമില്ല. താൻ ആരെന്നോ തൻ്റെ നില എന്താണെന്നോ താനൊരു സെലിബ്രിറ്റി ആണെന്നോ ഉള്ള ഒരു ബോധവും ഇല്ലാതെയാണ് ഇവൻ അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്തത്, ആക്ട് ചെയ്തത് എന്നുള്ളതാണ്. വളരെ കഷ്ടം എന്നുള്ളതല്ലാതെ വേറെ ഒന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല. ഇനിയും ഈ പറയുന്ന ദൃക്സാക്ഷി ഉണ്ടല്ലോ, ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ ഇതുപോലെ വന്നൊരു വോയിസ് ഇട്ടിട്ടുണ്ട്. അവരുടെ വോയിസുകൾ കൂടി നമുക്ക് കേൾക്കാം. അതിനുശേഷം അവരുടെ ഒരു വീഡിയോ ഉണ്ട് കേട്ടോ. ആദ്യം ആ വോയിസ് കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും എന്നുള്ളതാണ്. സ്വന്തം ദൃക്സാക്ഷിയാണ്. എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഓക്കെ, അങ്ങനെ ആദ്യം നമുക്ക് ആ വോയിസ് ഒന്ന് കേൾക്കാം. സംഭവം നടക്കുമ്പോൾ അതിൻ്റെ സാക്ഷിയായിട്ട് തൊട്ട് മുന്നിൽ നിന്ന വ്യക്തിയാണ് ഞാൻ കോട്ടയം ലുലുവിൽ നിന്നും വരുമ്പോഴാണ് ഇതുണ്ടായത്. ഇയാളുടെ വണ്ടി വന്ന വരവൊന്ന് കാണാം. ഒരു കാറ് വരുന്നുണ്ടെന്ന് പോലും നമുക്ക് തോന്നത്തില്ല. കാരണം ഇങ്ങനെ ഈ നമ്മുടെ കണ്ണിൽ നിന്ന് എന്തോ ഒരു കാറ്റടിച്ച് പോയതുപോലാണ്. വന്നിട്ട് സൈഡിൽ കൂടെ നടന്ന മനുഷ്യനെ ഇടിച്ചു. അവിടെ ഒരു ബസ് സ്റ്റോപ്പിൽ ഒരാൾ കൂടെ അയാൾ ചാടി ബൈക്കിലോട്ട് മാറിയോണ്ട് അയാൾ രക്ഷപ്പെട്ടു. ബസ് സ്റ്റോപ്പിൻ്റെ കൈവരി ഇടിച്ചിട്ട് എൻ്റെ വണ്ടിയുടെ സൈഡിലാണ് അത് വന്ന് തെറിച്ച് വീണത്. ഓപ്പോസിറ്റിൽ നിന്ന് ഞാൻ പേടിച്ചു പോയി. എന്നിട്ട് രക്തത്തിൽ കുളിച്ചൊരു മനുഷ്യൻ കിടക്കുക. രക്തത്തിൽ കുളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനുണ്ടോയെന്ന് തന്നെ എനിക്കൊരു അപകടം മാത്രം നമുക്കതിനെ പറയാൻ പറ്റത്തില്ല. അയാൾ ഇങ്ങനെ വളഞ്ഞ് കിടക്കുക, പൊങ്ങിപ്പോയിട്ട് നടുക്കത്തെ ലൈനിൻ്റെ ഇപ്പുറത്ത്
അതായത് ഓപ്പോസിറ്റ് സൈഡിൽ നടുക്ക് കിടക്കുകയാണ്. ആ കിടക്കുന്നിടത്ത് കഴിഞ്ഞ് രക്തം ഇങ്ങനെ ഒഴുകി കിടക്കുകയാണ്. അപ്പോൾ ആ അവസ്ഥ ചേട്ടൻ നല്ല എനിക്ക് അടുത്തോട്ട് ചെല്ലാൻ പേടി. ഞാനവിടെ കുത്തിയിരുന്ന് അലറി വിളിക്കുക ചെയ്യുന്നത്. കാര്യം എൻ്റെ മുൻപ് എൻ്റെ വീട്ടിലുള്ളവർ പോയിട്ടുണ്ട്. ആ വണ്ടിയാണ് എന്താണ് സംഭവിച്ചത്, ഒരു കറുത്ത കാറ് ആണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഇടിച്ച് തെറിപ്പിച്ചിട്ട് അവൻ അങ്ങോട്ട് മാറ്റി നിർത്തിയത്, അവൻ അങ്ങോട്ട് മാറ്റി നിന്ന് പോയതായിരിക്കാം മേ ബി. അപ്പോൾ ആൾക്കാർ നോർമലി ആരാ എന്താണെന്ന് ചോദിച്ചു ദേഷ്യപ്പെടുമല്ലോ. അമ്മാതിരി ഇടിച്ചിട്ടാണ്. വണ്ടിയുടെ നിയന്ത്രണമല്ല, അവന് ബോധമില്ല. ഓക്കെ, അവർ പറയുന്നത് ഇങ്ങനെയാണ്. സത്യം പറഞ്ഞാൽ ആ വണ്ടി വരുന്ന ആ വണ്ടിയാണോ വന്നത് എന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല. അത്രയ്ക്ക് സ്പീഡിലായിരുന്നു വന്നത്. ഇടിച്ച് തെറിപ്പിച്ച് ഈ പറയുന്ന ലോട്ടറി ജീവനക്കാരൻ പൊങ്ങിപ്പോയിട്ട് തറയിൽ വന്ന് വീണ് രക്തത്തിൽ കുളിച്ചൊരുമാതിരി ചുരുങ്ങി കിടക്കുകയാണ്. ഇവർ തൊട്ട് ഓപ്പോസിറ്റ് ഇവരൊരു വണ്ടിയിൽ നിൽക്കുകയായിരുന്നു. അവിടെ ഒരു മറ്റേ വെയിറ്റിംഗ് ഷെഡിൽ വേറെ ആരോ ഉണ്ടായിരുന്നു. അവർ ചാടി മാറിയത് കൊണ്ട് അവർ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അവരും ഗുരുതരമായി പരിക്കേൽക്കുമായിരുന്നു എന്നാണ് ഇവൻ പറയുന്നത്. എന്നിട്ട് അവൻ കുറച്ച് മാറി അവിടെ നിർത്തി, ഈ കാറ് നിർത്തി എന്നും അവർ പറയുന്നുണ്ട്. ബാക്കി അപ്പോൾ ഈ ആളിനെ ആംബുലൻസ് ഒക്കെ വരാൻ ഒരു 20 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ആംബുലൻസ് വരുമ്പോൾ ആംബുലൻസ് കയറ്റുമ്പോൾ ആൾക്കാരെ കാല് വെച്ച് തുളിക്കുക, ചീത്ത വിളിക്കുക. അവൻ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അവൻ കാണിച്ചാൽ ഞാൻ ഇന്നും ഈ ക്രിസ്മസ് ദിവസം ആയിട്ടിരിക്കെ ഞാനതിൽ നിന്ന് റിക്കവറായിട്ടില്ല. ഇവർ ഈ പറയുന്നത് കേട്ടോ, അതായത് ഈ പരിക്കേറ്റ് കിടക്കുന്ന ആംബുലൻസിൽ കയറ്റാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഈ ആംബുലൻസിൽ കയറ്റാൻ വേണ്ടി ശ്രമിക്കുന്നവരെ തൊഴിക്കുകയും തെറി വിളിക്കുകയും ചെയ്യുകയാണ്. മനസ്സിലായോ? ബാക്കി അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു കടയിലുണ്ടായിരുന്നവർ വെളിയിലോട്ട് ഇറങ്ങിയിട്ട് ഈ രക്തത്തിൽ കുളിച്ച് നിൽക്കുന്ന മനുഷ്യനെ കണ്ടിട്ട് അവർ വല്ലാതായി, അവർക്കൊന്നും പറ്റുന്നില്ല അടുത്തോട്ട് ചെല്ലാൻ. ഞാൻ അവിടെ റോഡ് സൈഡിൽ ഇരുന്ന് കരയാണ് ചെയ്യുന്നത്. അപ്പം അത് നേരിലുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. അപകടങ്ങൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു ഭീകരമായ ആ കിടപ്പുണ്ടല്ലോ, ഒരു ആകാശനീല പോലത്തെ കളറിൽ ഒരു വട്ടത്തിൽ എന്തോ ഒരു പഴന്തുണി കിടക്കുന്ന പോലെ ചോരയിൽ കുളിച്ചിട്ടൊരു മനുഷ്യൻ. നമ്മുടെ അച്ഛനോ അങ്ങനെയാണെങ്കിൽ നമ്മൾ സഹിക്കുമോ? എന്നിട്ട് ഇവൻ ഷോ കാണിച്ചാൽ നമ്മൾ അടങ്ങിയിരിക്കുമോ? ആ മുകേഷ് എന്ന് പറഞ്ഞ അദ്ദേഹം ഇട്ടിരിക്കുന്ന വീഡിയോ കണ്ടോ? ഒരു സാധാരണക്കാരന് വണ്ടി നിയന്ത്രണം വിട്ടു പോയതല്ല, അല്ലെ ഇറങ്ങിയിട്ട് സോറി എനിക്ക് അബദ്ധം പറ്റിപ്പോയി എന്നൊരു വാക്കെല്ലാം അവൻ പറയുന്നത്. അവൻ ഷോ കാണിക്കുകയാണ്, അവൾക്ക് ചീത്ത വിളിക്കുകയാണ്. അവൻ ആരാന്ന് തന്നെ അവന് ബോധമില്ല. അവൻ വസ്ത്രം ധരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അവൻ എവിടെയാണ് നിൽക്കുന്ന ടൈം അല്ല, ഒരു ബോധമില്ല. എനിക്ക് തോന്നുന്നു കള്ളു കുടിച്ചിട്ടുള്ളവർ ഇങ്ങനെ അങ്ങ് ബോധമില്ലാണ്ടാവോ? അവന് നിൽക്കാൻ വയ്യ. അവനെ ആരും പിടിച്ച് കിടത്തിയല്ല, അവൻ നിന്ന് കുഴഞ്ഞ് വീണതാ. എന്നിട്ട് അവിടെ കിടന്നുകൊണ്ട് അടുത്തോട്ട് ചെന്നവരെ തൊഴിക്കുക, ചീത്ത വിളിക്കുക. ഒരാൾ രക്തത്തിൽ കുളിച്ച് എനിക്ക് തോന്നുന്ന മനുഷ്യൻ മരിച്ചു പോകുന്ന അങ്ങനെ കിടക്കുമ്പോൾ ആൾക്കാർ കൈവെക്കുന്നതാണോ തെറ്റ്? അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഒരു അത്ര വീഡിയോ കാണുമ്പോൾ ഓക്കെ, അവർ പറയുന്ന ആ ഒരു കിടപ്പ് കണ്ടിട്ട് ആ ഒരു പുള്ളി, അപകടം പറ്റിയ പുള്ളി മരിച്ചു പോകും എന്നാണ് അവർക്ക് തോന്നിയത്. അവരെ കണ്ട് ദൃക്സാക്ഷിയാണ്, അവർക്ക് അങ്ങനെ തോന്നി. പക്ഷേ ഇപ്പം വരുന്ന വാർത്ത അനുസരിച്ച് പുള്ളിക്ക് വലിയ പ്രശ്നമല്ല, 2 ദിവസത്തിനകത്ത് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആവുമെന്നാണ് പറയുന്നത്. അതുമല്ല, ഇവൻ ഈ പറഞ്ഞ വെള്ളം ആരും പിടിച്ച് തറയിലിട്ടതല്ല. അവൻ സ്വയമേധ നിൽക്കാൻ കഴിവില്ലാതെ അത്രയ്ക്ക് ബോധമില്ലാത്തൊരവസ്ഥയായിരുന്നു. അവൻ ആരെന്ന് പോലും അവന് തിരിച്ചറിയാത്ത ഒരവസ്ഥയിലായിരുന്നു. അവൻ അവിടെ തെറി വിളിക്കുകയും എല്ലാവരെയും ആക്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വയലന്റ് മൂഡിലായിരുന്നു അവൻ. മനസ്സിലായോ? അല്ലാതെ അവരാരും ആക്രമിച്ചതല്ലെന്നാണ് ഇവർ പറയുന്നത്. വരികയാണ്. നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാൻ വേറൊരു സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞത്. ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഇനി നമുക്കിപ്പോൾ നമ്മളുടെ ഇങ്ങനത്തെ നമ്മൾ കണ്ടായപ്പോൾ എനിക്ക് മറ്റൊരാളോട് ഇതുപോലെ പറയാനില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഇന്നത്തെ ഒരു ദിവസം ഇതുവരെ അത് കണ്ടുനിന്ന ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് ആർക്കും ഒന്നിനും പറ്റിയിട്ടില്ല. ഇപ്പോഴും പേടിയാണ്. ആ മനുഷ്യൻ ഉറപ്പായിട്ടും മനുഷ്യൻ മരിച്ചു പോകും. കരയുടെ നട്ടലും തലയുടെ പുറശൊക്കെ അടിച്ച് ചേതറി പണ്ടാറായിട്ടുണ്ട്. അങ്ങനെ നമുക്ക് പറയാൻ വാക്കുകളില്ല. ആ ഒരു ഇൻസിഡൻറ്റ് നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോസ് ഈ രീതിയിലൊന്നല്ല. അതിൻ്റെ ഉറപ്പാണ് അവൻ മദ്യപിച്ചിട്ട് മാത്രമല്ല. പക്ഷേ ക്രിസ്മസാണ്, ആണുങ്ങൾ കുട്ടികൾ മദ്യപിക്കാം, എന്തോ ആവാം, അതൊക്കെ ആർക്കും ആവാം. അതൊന്നും നമ്മൾ ഒരാൾ പറഞ്ഞു നേരിട്ട് ആരും നിർത്താനും പിടിക്കാൻ ഒന്നും പോകുന്നില്ല. എന്തോ ആയിക്കോട്ടെ, അതൊക്കെ അവർ പേഴ്സണൽ ഇഷ്ടമാണ്. അത് എന്ത് വൃത്തിയിടും അത് ഒന്നെങ്കിൽ അവൻ്റെ വീട്ടിൽ, അല്ലെങ്കിൽ അവൻ അവസ്ഥയിലാണ്. അവൻ ഇവിടുന്നാണോ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് 4 ആൾക്കാർ ഇടിച്ച് തീർക്കാൻ പറ്റും വേണ്ടി. കാര്യം ആക്സിഡന്റിന് ശേഷം ഇവരാണ് 4 ആൾക്കാർ ഈ വണ്ടിയിൽ ഇരിക്കാൻ തുടങ്ങിയതാണ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതൊന്നും നമ്മൾ കണ്ടിട്ടില്ല, കാണാത്ത കാര്യം. പക്ഷേ എൻ്റെ കണ്ണു മുന്നിൽ ഞാൻ ഇങ്ങനെ കണ്ടതാണ്. ഇന്നലെ നല്ല ഈ സമയത്തോട് സമയം വരത്തിട്ട് അതിന് ഞാൻ കവറായിട്ടില്ല. ഞാൻ ഇന്ന് രാവിലെ ആദ്യം ന്യൂസ് നോക്കി ആ മനുഷ്യൻ ജീവനോടുണ്ടോ എന്നുള്ളതാണ്. ഇവനാണെന്നൊക്കെ പിന്നീടാണ് പറയുന്നത്. നമുക്ക് ആ മനുഷ്യനെ മാത്രമാണ് നമ്മുടെ മുന്നിൽ സെലിബ്രേറ്റീവ് അങ്ങനെയുള്ള കാര്യം ആരുമില്ല. നമ്മുടെ മൈൻഡിലൊന്നും വരില്ല. നമ്മൾ ആ മനുഷ്യനെ മാത്രമേ കാണുന്നുള്ളൂ. ആ മനുഷ്യനെ നോക്കാൻ പറ്റത്തില്ലെന്നേ. അങ്ങനെയാണ്. അങ്ങനെയൊക്കെ രക്തത്തിൽ ഇങ്ങനെ കുതിർന്ന് കിടക്കുകയാണ്. നമുക്കറിയാം ഒരു ആക്സിഡൻറ്റിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ എൻ്റെ ഫാമിലിയിൽ ഉണ്ടായിട്ടുള്ളതാണ്. ആൾക്കാർക്ക് കണ്ണു പോയി അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ തീവ്രത എത്രയുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. അത് മദ്യപിച്ച് അല്ല, ഒരു ഡ്രൈവർക്ക് പറ്റുന്ന അബദ്ധങ്ങൾ കൊണ്ടും ഒക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഒരു ഡ്രൈവർ കൂടി നിന്ന് ഓടിച്ച ആൾക്ക് പറ്റിയ അബദ്ധം കൊണ്ട് ഒരു കണ്ണ് മൊത്തം പോയ ഒരു വ്യക്തിയുടെ ഫാമിലിയാണ് ഇത്. ഞങ്ങൾക്ക് അതുകൊണ്ട് അത് നമ്മളാരെയും അത് മദ്യപിച്ചിട്ടൊന്നുമല്ല ആ ആൾ വണ്ടി ഓടിച്ചത്. അയാൾ ഇരുന്ന ഭാഗമാണ് ഓടിച്ചത്. ഇപ്പുറ സ്ഥലത്തിരുന്നിട്ടാണ് ഈ കണ്ണും ഒക്കെ പോയത്. അതിൻ്റെയൊക്കെ വിഷമം എന്താണെന്നറിയാം. അപ്പോൾ ആ മനുഷ്യൻ്റെ അവസ്ഥയോ ഇനി അദ്ദേഹം ഒരിക്കലും എണീക്കാൻ പറ്റില്ല. അമ്മാതിരി ഇടിയാണ്. ഇടിച്ചിട്ട് ഒരു പൊങ്ങൽ പൊങ്ങി ബോള് പോകുന്ന പോലെ പോയിട്ടാണ് താഴെ വന്ന് ഇടിച്ച് വളഞ്ഞ് ചുരുണ്ട് കിടക്കുന്നത്. ഒരു അനക്കം പോലും ഇല്ല. അന്നേരം കോട്ടയം മെഡിക്കൽ കോളേജിലോട്ടാണ് കൊണ്ടുപോയതെന്ന് പറയുന്നത്. പിന്നീടൊന്നും നമുക്കറിയാനുള്ള ഇതില്ല. കാര്യം അവിടുന്ന് എന്നെ എണീപ്പിച്ച് കൊണ്ടുവരാൻ എൻ്റെ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നു. ആ ഒരു അവസ്ഥയിലായിരുന്നു ഞാനപ്പോൾ. ശരിക്കും ഈ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ രാവിലെ തന്നെ മെസ്സേജ് അയക്കണം എന്നൊക്കെ തോന്നിപ്പോയി. പക്ഷേ എനിക്ക് ഇന്നലയ്ക്ക് ശേഷം അത് കണ്ടതിന് ശേഷം നമ്മുടെ മനസ്സിൽ നിന്ന് പോകണ്ടേ? നമ്മുടെ മനുഷ്യനല്ലേ നമ്മളൊക്കെ. എന്നിട്ട് ഇവനെയൊക്കെ ന്യായീകരിക്കുന്നു. നാട്ടുകാർ കൈവച്ചു.
ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്? നിയമം കയ്യിലെടുത്തു, കാലിലെടുത്തു എന്ന്. അപ്പോൾ ഇവനൊക്കെ കാണിക്കുന്നതോ? ഇവനൊക്കെ എന്തും മയക്കുമരുന്നും എന്തും അന്ന എന്ന് പറഞ്ഞാൽ അവരുടെ ഇത് കണ്ടില്ലേ, അവരുടെ വീഡിയോയിൽ കണ്ടില്ലേ, നമ്പർ 80 ഇവനൊക്കെ എന്താണെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കിക്കൂടെ? അപ്പം ഉറപ്പായിട്ടും പരിശോധിക്കും. ഇവർ ഫിനാൻഷ്യലി ഭയങ്കര റിച്ചാണ്, ഭയങ്കര ഹൈ ഫാമിലിയാണ്, അതുകൊണ്ടൊക്കെ കേസൊക്കെ ഇതൊക്കെ ആവുമായിരിക്കും. പക്ഷേ മയക്കുമരുന്നും ഒക്കെ ആയിട്ട് ഇങ്ങനത്തെ സീരിയൽ സിനിമ ഫീൽഡിൽ ഇഷ്ടം പോലെ എണ്ണങ്ങൾ ഇങ്ങനെ നശിച്ചിറങ്ങുന്നുണ്ട്. നാശങ്ങൾ തന്നെ തീരില്ല. ഈ ഇടിച്ചിട്ട് അവനങ്ങ് തീരുകയാണെങ്കിൽ നമുക്ക് ഇത്ര ദണ്ണം വരില്ല. ഒരു ലോട്ടറി കച്ചവടക്കാരൻ നിരപരാധി വെയിലും കൊണ്ട് നടന്ന് കഷ്ടപ്പെട്ട് അവനവൻ്റെ വീട്ടിൽ ഭക്ഷണം നോക്കുന്ന മക്കളെ നോക്കുന്നൊരുത്തൻ്റെ ജീവിതമാണ് ഇവനൊക്കെ കാരണം പോയത്. ഓക്കെ, ഇതാണ് അവരുടെ ഇത്. അവർ തന്നെ പറയുന്നുണ്ട് അവരുടെ കുടുംബത്തിലും ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു വിഷമം തോന്നും, അവർക്ക് ദേഷ്യവും കാര്യങ്ങളൊക്കെ വരും. കാരണം നമ്മുടെ കുടുംബത്തിൽ തന്നെ ഇങ്ങനെ ഒരു ആക്സിഡന്റ് പറ്റി കിടന്ന് നരകയാതന അനുഭവിക്കുന്നവരെ നേരിട്ട് കണ്ട സ്ഥിതിക്ക് അവർക്കിത് കാണുമ്പോൾ ഭയങ്കര ഇതായിട്ട് അവരിതിൽ ആവർത്തിച്ച് പറയുന്നുണ്ട് അയാൾ ഇനി ഇടിക്കാൻ വളരെ പ്രയാസമാണ്, അത്രയ്ക്ക് വലിയൊരു ഇടിയായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. രക്തമൊക്കെ കണ്ടപ്പോൾ അവർക്ക് അങ്ങനെ തോന്നിയായിരിക്കും. പക്ഷേ ഇപ്പോൾ വരുന്നവർ വാർത്ത ഞാൻ കുറച്ചുമ്പോൾ കേട്ടത് വലിയ പ്രശ്നമില്ല, 2 ദിവസത്തിനകത്ത് പുറത്തിറങ്ങും എന്നുള്ളതാണ്. ഈ സിദ്ധാർത്ഥ് പ്രഭുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നമ്മൾ ഇപ്പം വരുന്ന വാർത്തകൾ അനുസരിച്ചാണെങ്കിൽ അവൻ പണ്ട് തൊട്ടേ വെള്ളം അടിച്ച് കിണ്ടിയായി, സ്ഥിരം 24 മണിക്കൂർ വെള്ളമാണ് എന്നുള്ള രീതിയിൽ പലയിടത്തും പല സന്ദർഭങ്ങളിലും അവനെ വെള്ളം ഒടിച്ച് ഇതുപോലെ ഫിറ്റായി നിൽക്കുന്ന അത് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, 26 വയസ്സേ ഉള്ളൂ. ഇങ്ങനെ ആയിപ്പോയി ഈ പറയുന്ന സിനിമ ഫീൽഡിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് സീരിയൽ ഫീൽഡിൽ അവിടെയൊക്കെ ഇഷ്ടംമാതിരി കിട്ടുമായിരിക്കും. അവിടെയൊക്കെ പാർട്ടികളിലൊക്കെ പോയി അവരുടെ ഫംഗ്ഷനിലൊക്കെ കയറി ചെറുക്കൻ അങ്ങനെ ആയി തീർന്നതായിരിക്കും. ഇപ്പൊ എന്തായാലും കാണിച്ചതൊട്ടും നമുക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല, വളരെ തെറ്റിത്തരം തന്നെയാണ്. അവിടെ ആ സ്ഥിതിയിൽ, ആ ഒരു പരിസ്ഥിതിയിൽ ഏത് നാട്ടുകാരായാലും കൈവച്ച് പോകും എന്നുള്ളതാണ്. അങ്ങനെ ഒരാളെ ഇടിച്ചിട്ടിട്ട് അതിനുശേഷം വീണ്ടും നമ്മളെ തെറി വിളിക്കുകയും ചീത്ത വിളിക്കുകയും ആക്രമിക്കുകയൊക്കെ വന്നു നമ്മൾ തിരിച്ച് പ്രതികരിക്കും. പിന്നെ അവന്റെ കഴുത്തിലൊക്കെ കയറിട്ട് മുറുക്കി, അതൊക്കെ വളരെ വളരെ മോശമായിട്ടുള്ള പരിപാടിയാണ്. അങ്ങനെയൊന്നും നമുക്ക് വേണമെങ്കിൽ പിടിച്ചു വെക്കാം, മനസ്സിലായി? അവനെ പിടിച്ച് അത്രയ്ക്ക് ഈ പറയുന്ന ആക്രമണ സ്വഭാവം കാണിക്കുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ പിടിച്ച് കെട്ടിയൊക്കെ വെക്കാം. കാരണം ഇപ്പം പോലീസ് തന്നെ പിടിച്ച് കെട്ടി വെക്കും. പക്ഷെ അവന്റെ കഴുത്തിലൊക്കെ ഈ പറയുന്ന കയറിട്ട് മുറുക്കുന്നത് വളരെ മോശമായ പ്രവൃത്തിയാണ് എന്നുള്ളതാണ്. ഇനി ഈ പറയുന്ന വോയിസിന്റെ ഉടമയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറൊരു വീഡിയോ കിട്ടുന്നത്, അത് ഞാൻ ഈ വീഡിയോക്ക് ഇപ്പം കൊടുത്തേക്കാം. അതും കൂടി നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് അറിയപ്പെടും. നമുക്ക് വീട്ടിൽ കാണാം. ജയ് ഹിന്ദ്. നമസ്കാരം, ഞാൻ ഐശ്വര്യയാണ്. എൻ്റെ പേര് ഐശ്വര്യ ലക്ഷ്മി എന്നാണ്. അപ്പം ആർക്കും എന്നെ അറിയാൻ സാധ്യതയില്ല. കാരണം ഞാൻ പ്രത്യേകിച്ച് സെലിബ്രിറ്റിയുമല്ല, വേറൊരു തരത്തിലും പ്രശസ്തയും ഒന്നുമല്ല. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം, ഇന്നലെ ഞാനൊരു ആക്സിഡന്റ് എൻ്റെ കൺമുന്നിൽ കണ്ടു. ഞാൻ കോട്ടയം ലുലുവിൽ നിന്ന് വരുന്ന സമയത്ത് നമ്മുടെ സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞ നടൻ ഓടിച്ച കാറ് ഇടിച്ച് ഒരാള് തെറിച്ച് പോയി വീണ്, ഇത് എൻ്റെ കണ്ണു മുന്നിലാണ് ഞാനിത് കണ്ടത്. അപ്പോൾ ഒരുപാട് നടന്മാരും നടികളും ഒക്കെ അതിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള വീഡിയോസ് ഒക്കെ കണ്ടു. ഇറ്റ്സ് ഓക്കെ. നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളെ ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പം നിങ്ങൾ വിചാരിക്കുന്നത് എന്താണെന്നറിയോ? സാധാരണക്കാര് അല്ലാത്തത് കൊണ്ട്, അങ്ങനെ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് സാധാരണക്കാര് അതിന് ഒരു കൈവയ്ക്കാൻ അവസരം കിട്ടിയപ്പോൾ ചെയ്തു എന്നാണ്. ഒരിക്കലുമല്ല കേട്ടോ, ഒരിക്കലുമല്ല. അങ്ങനെയൊന്നും അല്ല. ഇത് ഒരു ജെറ്റ് വരുന്ന പോലെയാണ് ഈ കാർ വന്നത്. ഇങ്ങനെ ഒരു കാറ് വരുന്നുണ്ട് എന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. ഒരു സാധനം ഷൂന്ന് വന്നിട്ട് റോഡിന്റെ സൈഡിൽ കൂടി നടന്നു പോയ മനുഷ്യനെ ഇടിച്ച് തെറിപ്പിച്ചിട്ട് അയാൾ ഒരു ഹൈറ്റിൽ പോയിട്ട് നടുക്കൂടുള്ള ലൈനിന്റെ ഇപ്പുറത്ത് വീണിട്ട് രക്തത്തിൽ കുളിച്ചിട്ട് ഇങ്ങനെ വളഞ്ഞു കിടക്കുകയാണ്. അത് കണ്ട ഞാൻ 2 ചെവി പൊത്തി അലറുമായിരുന്നു ഇപ്പുറത്തെ സൈഡിൽ. അപ്പോ ആ മനുഷ്യൻ കിടക്കുന്നതിന്റെ ഇപ്പുറ സൈഡിൽ മൊത്തം ബ്ലഡ്. അവിടുന്ന് ഒരു വെയിറ്റിംഗ് ഷെഡിന്റെ സൈഡ് ഭാഗം കൂടി ഇടിച്ചിട്ടാണ്. ആ വെയിറ്റിംഗ് ഷെഡിൽ ഒരു മനുഷ്യൻ നിൽപ്പുണ്ട്, അയാൾ ചാടി, അതുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടു. വെയിറ്റിംഗ് ഷെഡിന്റെ സൈഡ് കൂടി ഇടിച്ചിട്ടാണ് ഈ കാറ് പോയി നിൽക്കുന്നത്. ഓക്കെ. അപ്പോ ചില ആൾക്കാർ കൂടി വന്നു. ആൾക്കാർ ഇവനെ പിടിക്കാനല്ല പോയിട്ടുള്ളത്, ഈ മനുഷ്യനെ തന്നെയാണ് എല്ലാവരും നോക്കിയിട്ട് ആൾക്കാർക്ക് തൊടാൻ തന്നെ ഭയം. നമുക്ക് പിടിച്ചെണ്ണയിപ്പിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയൊന്നുമല്ല. ഒരു ചെറിയ അപകടമോ അല്ലെ ഇടിച്ചിട്ട് വീഴുവോ അങ്ങനെയൊന്നും അല്ല ആ സംഭവം. അയാൾക്ക് തക്കതായ അപകടം സംഭവിച്ചിട്ടുണ്ട്. കാരണം അയാളുടെ ബാക്കിലാണ് ഇടിച്ചിരിക്കുന്നത്. ഇടിച്ചിട്ടാണ് ഈ ഹൈറ്റിൽ പോയിട്ട് ഈ താഴെ വന്നിരിക്കുന്നത്. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തേ, നിങ്ങളുടെ അച്ഛൻ ജോലി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ, അല്ലെ നിങ്ങളുടെ ഭർത്താവിന് ഈ ഒരു അവസ്ഥ ഉണ്ടായാൽ നിങ്ങൾ സഹിക്കുമോ? അപ്പോ ഇവൻ കാറിൽ നിന്ന് ഇറങ്ങിയ ആളോ മാന്യന് നിൽക്കാൻ കൂടി വയ്യ. നിൽക്കല്ല, അവൻ ആരാണെന്ന് തന്നെ അവന് ബോധമില്ല. അവൻ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്യേണ്ടത് അവന്റെ വീട്ടിലിരിക്കണം. ഇവൻ മദ്യപിച്ച് ഡ്രൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെന്നാണ്ട് എവിടെയെങ്കിലും നിർത്തണം, അല്ലെ അവന്റെ ഫ്രണ്ട്സിനെ കോൾ ചെയ്ത് വരുത്തണം. എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട് ഒക്കെ പോട്ടെ, ഇവൻ ഇടിച്ചു.
ഇടിച്ചൊരാൾക്ക് ഇത്രയും വലിയൊരു അവസ്ഥയിൽ കിടക്കുകയാണ്. ഇവൻ എന്താ ചെയ്യേണ്ടത്? ആള് കൂടുന്നു എന്ന് കാണുമ്പോ അറ്റ്ലീസ്റ്റ് സോറി, എനിക്ക് പറ്റിപ്പോയി, നമുക്ക് എന്താ വെച്ചാൽ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, അങ്ങനെയാ പറയുന്നത്. അവൻ അവിടെ കാണിക്കുന്ന ഷോ, അവന്റെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ, അവൻ ആൾക്കാരെ തൊഴിക്കാൻ ചെല്ലുന്നു. അപ്പൊ പിന്നെ ആൾക്കാർ കൈയും കെട്ടി നോക്കിക്കണോ? സീരിയൽ നടനല്ല, സെലിബ്രിറ്റി ആണെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് വേണം? അവനെ എന്താ ചെയ്യേണ്ടത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്റെ ആരെങ്കിലും ആണ് ആ അവസ്ഥ കിടക്കുന്നെങ്കിൽ, ചെയ്തവൻ ഇങ്ങനെ കാണിച്ചാൽ അവനെ ഞാൻ വെച്ചേക്കത്തില്ല. ആൾക്കാർക്ക് അത് കണ്ടു നിന്ന മനുഷ്യർ അവന് നിൽക്കാൻ വയ്യ, അത് പൊയ്ക്കോട്ടെ, അവന് നിൽക്കാൻ വയ്യ എന്നുള്ളത് പൊയ്ക്കോട്ടെ, അവന്റെ വായിന്ന് വീഴുന്ന വാക്കുകളും അത്രയും മോശമാണ്. അല്ലാതെ അവൻ അവിടെ സംഭവിച്ചു പോയി അതിനെ എങ്ങനെയെങ്കിലും ഓവർകം ചെയ്ത് പോണം എന്നല്ല അവൻ അവിടെ ചിന്തിക്കുന്നത്. അവൻ നിയമം കോടതിയൊക്കെ അവിടെ പറഞ്ഞു. ഒരു മനുഷ്യന്റെ ജീവനാണ് അപ്പുറത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിലോ മറ്റോ അദ്ദേഹത്തിനെ കൊണ്ടുപോയി. ഞാൻ ഇന്നും അതിൽ നിന്ന് റിക്കവർ ആയിട്ടില്ല. സമയത്തോട് സമയം കഴിഞ്ഞു. ഇന്നലെ ഈ സമയത്ത് നടന്നതാണ്. നിങ്ങളുടെ സഹപ്രവർത്തകരാണ്, അവരെ സപ്പോർട്ട് ചെയ്യണം, ഒക്കെ നല്ലതാണ്, അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ഇതറിയാതെ പറ്റിയ അബദ്ധമൊന്നും അല്ല കേട്ടോ. കുടിച്ച് വെളിവ് കെട്ട് വാഹനം ഓടിച്ച് ഇടിച്ച് തെറിപ്പിച്ച് തകർത്ത് തരിപ്പണമായി രക്തത്തിൽ കുളിച്ചൊരുത്തൻ കിടക്കുമ്പോൾ ഇവൻ ഏതെങ്കിലും തരത്തിൽ മോശമായ വാക്കുകളും പ്രവൃത്തികളും ചേഷ്ടകളും കാണിക്കുമ്പോൾ ചുറ്റും നിൽക്കുന്നവരെ പ്രവോക്കഡ് ആവും. അപ്പൊ അവന് നേരെ നിൽക്കാൻ വയ്യ, കാറ്റടിച്ച് അവൻ വീഴും. അപ്പോ അവൻ തന്നെ നിന്നിട്ട് ഉരുണ്ട് വീഴുകയാണ്. എന്നിട്ട് നാട്ടുകാരെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സെലിബ്രിറ്റി ആയതുകൊണ്ടല്ല ഇത് ചെയ്തത്. ഇതാര് ചെയ്താലും സമൂഹം ഇങ്ങനെ തന്നെ ചെയ്യും. ഇത് കണ്ടു നിന്ന, എന്റെ ഭീകരാവസ്ഥ കണ്ടു നിന്നൊരു വ്യക്തിയാണ് ഞാൻ. നിങ്ങളൊക്കെ ന്യായീകരിക്കുന്ന കാണുമ്പോൾ ഒത്തിരി വിഷമം തോന്നുന്നു. ഇത്രമേൽ അത് നിങ്ങൾ ചോദിക്കുന്നുണ്ട്, പല സെലിബ്രിറ്റീസും ചോദിക്കുന്നു, നാണമില്ലേ നിങ്ങൾക്ക്, കേരളമേ, നാടെ, മനുഷ്യരെ, മലയാളികളെ നാണമില്ലേന്ന്. ഞാനും അതാ ചോദിക്കുന്നത്. ഇവനൊന്നും മനുഷ്യത്വമില്ലേ? നീ കള്ളു കുടിക്കുവോ കഞ്ചാവ് അടിക്കുവോ എന്ത് വേണമെങ്കിൽ ചെയ്യും, അത് നിന്റെ കുടുംബം നശിച്ചോട്ടെ. പക്ഷെ അത്താഴ പട്ടിണിക്കാരൻ ജോലിയും കഴിഞ്ഞ് അവന്റെ വീട്ടിലേക്ക് സാധനം വാങ്ങിക്കാൻ ഇറങ്ങിയവനെ ഇടിച്ച് തെറിപ്പിച്ചിട്ടിട്ട് നീ അവിടെ ഷോ കാണിച്ചാൽ ജനങ്ങൾ കൈവെക്കുക തന്നെ ചെയ്യും. അങ്ങനെയാണ്. അതിനാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് സീരിയൽ നടനായതുകൊണ്ടല്ല, സീരിയൽ നടനായതുകൊണ്ട് ചെയ്യാണ്ടിരിക്കണം എന്നുമില്ല. അത്രയേ ഉള്ളൂ. ഇത്രയെങ്കിലും കണ്ടു നിന്ന ഒരാളെന്ന നിലയിൽ അത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് തന്നെ ഒരു മനസാക്ഷി കുത്ത്. ഇന്ന് നമ്മള് ഇൻസ്റ്റ തുറക്കുമ്പോൾ യൂട്യൂബിലും ഒക്കെ ഇതേ ഉള്ളൂ. എങ്ങനെ ഇവരെയൊക്കെ വെള്ള അടിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നു? അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആ മനുഷ്യൻ എന്ത് പറ്റി, അവിടെ സംഭവിച്ചത് എന്താണെന്നെങ്കിലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് പോലീസ് സ്റ്റേഷനിലെങ്കിലും ഒന്ന് വിളിച്ച് തിരക്കിയിട്ട് നിങ്ങൾ സംസാരിക്കും. എന്തായാലും സിദ്ധാർത്ഥ് പോരും, അയാൾക്ക് സാമ്പത്തികമുണ്ട്, അയാൾ സെലിബ്രിറ്റിയാണ്, അല്ല ഇൻഷുറൻസ് കമ്പനി അതിന് സമാധാനം പറഞ്ഞോളും. പക്ഷേ അവിടെ ഉണ്ടായത് നിങ്ങളുടെയൊക്കെ വീട്ടിലെ അച്ഛനോ സഹോദരനോ ഭർത്താവിനോ ആണെങ്കിലും നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമോ പ്രതികരിക്കുന്നത്? ഒന്ന് ചിന്തിക്ക്. സെലിബ്രിറ്റി എന്ന് വെച്ചാൽ ദൈവവും ഇന്ത്യൻ പ്രധാനമന്ത്രിയൊന്നുമല്ല. ഇനി ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെങ്കിൽ പോലും ഒരു സാധാരണക്കാരന് ഈ അനുഭവം ഉണ്ടായാൽ ജനങ്ങൾ ഇങ്ങനെ തന്നെ പ്രതികരിക്കും. ഈ സെലിബ്രിറ്റികളാക്കിയതും ഈ സാധാരണക്കാരാണ്. നിങ്ങൾ ഒരിക്കലും സാധാരണക്കാരന്റെ ശത്രുക്കളല്ല, സാധാരണക്കാരെ സ്നേഹിക്കുന്നതാണ് നിങ്ങളെ. അത്രയെങ്കിലുമൊക്കെ ചിന്തിക്കും നിങ്ങൾ. ഇത്രയേ ഉള്ളൂ.